ക്രോമിന്റെ വെബ് സെർച്ച് ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഗൂഗിളിന്റെ ബ്രൗസറായ ക്രോം വാങ്ങാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് പെർപ്ലെക്സിറ്റി ആരും ആവശ്യപ്പെടാതെ തന്നെ ഒരു ഓഫർ നൽകിയതായി റിപ്പോർട്ട്. ബ്രൗസർ വിൽക്കാൻ ഗൂഗിളിനെ നിർബന്ധിതനാക്കാൻ സാധ്യതയുള്ള ഒരു ആന്റി ട്രസ്റ്റ് വിധിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നിലനിൽക്കെയാണ് ഇങ്ങനെയൊരു ഓഫർ വന്നിരിക്കുന്നത്. $34.5 ബില്യൺ ഓൾ ക്യാഷ് ഓഫറാണ് പെർപ്ലെക്സിറ്റി വെച്ചിരിക്കുന്നത്. ഓഫറിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ നിരവധി നിക്ഷേപകർ സമ്മതിച്ചിട്ടുണ്ടെന്ന് ദി വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ അടുത്തിടെയുള്ള ഒരു റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നു. പെർപ്ലെക്സിറ്റിയുടെ ഏകദേശം മൂല്യം $18 ബില്യൺ ആണെന്നും ക്രോമിന്റെ എന്റർപ്രൈസ് മൂല്യം $20 ബില്യൺ മുതൽ $50 ബില്യൺ വരെയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായുള്ള പെർപ്ലെക്സിറ്റിയുടെ ചീഫ് ബിസിനസ് ഓഫീസർ ദിമിത്രി ഷെവലെങ്കോ ഒന്നിലധികം വലിയ നിക്ഷേപ ഫണ്ടുകൾ ഇടപാടിന് പൂർണ്ണമായ ധനസഹായം നൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പെർപ്ലെക്സിറ്റിയുടെ ഓഫറിനെ ഒരു നീണ്ട അവസരമായി WSD വിശേഷിപ്പിച്ചു. ക്രോം വിൽക്കാൻ ഗൂഗിൾ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ലെന്നും ബ്രൗസർ വിൽക്കാൻ നിർബന്ധിതരായാൽ ഗൂഗിളിന്റെ ബിസിനസിന് ദോഷം സംഭവിക്കുമെന്ന് ഗൂഗിളും ആൽഫബറ്റ് CEO സുന്ദർ പിച്ചയും ഈ വർഷം ആദ്യം ആന്റി ട്രസ്റ്റ് കേസിൽ ജഡ്ജിയോട് പറഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പൊതുതാൽപര്യം മുൻനിർത്തി പ്രതിജ്ഞാബദ്ധമായ ഒരു സ്വതന്ത്ര ഓപ്പറേറ്ററിലേക്ക് ക്രോം മാറ്റുന്നത് പൊതുജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് പെർപ്ലെക്സിറ്റി ഗൂഗിളിന്റെ ഉടമയായ ആൽഫബറ്റിന്റെ മേധാവി സുന്ദർ പിച്ചയ്ക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. ഇന്റർനെറ്റ് സെർച്ചിങ്ങിൽ ഗൂഗിളിന് നിയമവിരുദ്ധമായ ഒരു കുത്തകയുണ്ടെന്ന് കഴിഞ്ഞ വർഷം ഒരു ഫെഡറൽ ജഡ്ജി വിധിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ലേലം ഇപ്പോൾ വന്നിരിക്കുന്നത്. ക്രോം വിൽക്കാനും അതുപോലെ അതിന്റെ തിരയൽ ഡേറ്റ മത്സരാർത്ഥികൾക്ക് ലൈസൻസ് നൽകാനും ഗൂഗിളിനെ നിർബന്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിഹാരങ്ങൾ US സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിന്റെ പരിഹാരങ്ങളിൽ ജഡ്ജി അമിത് മേത്ത ഉടൻ വിധി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൺലൈൻ സെർച്ച് പരസ്യങ്ങളിൽ ആധിപത്യം നിലനിർത്താൻ കമ്പനി മത്സരവിരുദ്ധ തന്ത്രങ്ങൾ ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് 2020 ഒക്ടോബറിൽ നീതിന്യായ വകുപ്പും അതുപോലെ 11 സംസ്ഥാനങ്ങളും ഗൂഗിളിനെതിരെ ആന്റി ട്രസ്റ്റ് കേസ് ഫയൽ ചെയ്തു. പിന്നാലെ 2024 ഓഗസ്റ്റിൽ ഗൂഗിളിന്റെ ബിസിനസ് രീതികൾ ആന്റി ട്രസ്റ്റ് നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്ന് ജഡ്ജി നിഗമനത്തിലെത്തി. ഗൂഗിളിന് നിയമവിരുദ്ധമായ തിരയൽ കുത്തകയുണ്ടെന്ന് ജഡ്ജി വിധിച്ചതിനെ തുടർന്ന് കമ്പനിയെ ക്രോം വിൽക്കാൻ നിർബന്ധിതമാക്കുന്ന ഒരു കോടതി ഉത്തരവ് DOJ തേടിയതായി മാർച്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഓൺലൈൻ തിരയലിൽ നിയമവിരുദ്ധമായ കുത്തക നിലനിർത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഗൂഗിൾ എന്ത് ശിക്ഷകൾ നേരിടുമെന്ന് തീരുമാനിക്കാൻ US ജില്ലാ കോടതി ജഡ്ജി അമിത് മേത്ത തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ ഒരു ഓഫർ ഇപ്പോൾ വരുന്നത്. ബ്രൗസർ വിപണിയിലുള്ള ഗൂഗിളിന്റെ പിടി പ്രത്യേകിച്ച് വളർന്നു വരുന്ന AI ഉപകരണങ്ങളുടെ സംയോജനത്തിലൂടെ അതിന്റെ ആധിപത്യം ശക്തിപ്പെടുത്തുന്നുവെന്നും കമ്പനിയെ ക്രോം വിൽക്കാൻ നിർബന്ധിച്ചുകൊണ്ട് ഇത് പരിഹരിക്കണമെന്നും US നീതിന്യായ വകുപ്പ് വാദിക്കുന്നുണ്ട്. ഓഹരി വെറ്റൊഴിക്കൽ മത്സരത്തെ സഹായിക്കുന്നതിന് പകരം ദോഷം ചെയ്യുമെന്ന് വാദിച്ചുകൊണ്ട് ഗൂഗിൾ ആ ശുപാർശയെ എതിർത്തിട്ടുണ്ട്. മേത്തയുടെ തീരുമാനം ഈ മാസം അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഈ ഓഫറിനെ കുറിച്ച് ഗൂഗിൾ ഇതുവരെ എന്തായാലും പ്രതികരിച്ചിട്ടുമില്ല. എന്തായാലും കമ്പനിയുടെ അതായത് പെർപ്ലെക്സിറ്റിയുടെ ആദ്യത്തെ ഒരു ധീരമായ സമീപനം ഇതല്ല. ഈ വർഷം ആദ്യം നിരോധന സാധ്യതകൾ കണക്കിലെടുത്ത് ടിക്ടോക്കിന്റെ US പ്രവർത്തനങ്ങളുമായി ലയിക്കുന്നതിന് പെർപ്ലെക്സിറ്റി ബിഡ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു.